ഇപ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം എന്നുള്ളതാണ്. ഒന്നാമത്തെ പീഡന പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അറിയുന്നത്. ഈ ജാമ്യ ഹർജിയിൽ അതിജീവിത ഹർജി നൽകിയിരുന്നു. ജാമ്യം കിട്ടിയാൽ തെളിവുകൾ നശിപ്പിക്കാനിടയുണ്ട്, അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനിടയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അതിജീവിത ഹർജി നൽകിയിരുന്നു. തടസ്സ ഹർജി ഒപ്പം ചേർന്നിരുന്നു, ഈ ജാമ്യ ഹർജിയിലൊപ്പം ചേർന്നിരുന്നു. എന്തായാലും ഒന്നാമത്തെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. യെസ്, ഒന്നാമത്തെ പരാതിയിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി 28-ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിജീവിതയോട് പല ചോദ്യങ്ങളും ചോദിച്ചു. എവിടെ ബലാത്സംഗം, എവിടെ പീഡനം എന്ന് പറഞ്ഞാൽ ആ ജനുവരി 28-നാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മൂന്നാമത്തെ പരാതിയിൽ ജാമ്യം അനുവദിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാവുകയും ചെയ്യുന്നത്. അതേ ദിവസം ഒന്നാമത്തെ പരാതിയിൽ ഹൈക്കോടതി വളരെ വളരെ ശക്തമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു. എവിടെ പീഡനം, എവിടെ ബലാത്സംഗം, എവിടെ ക്രൂരത, പല കാര്യങ്ങളും ചോദിച്ചു. എന്നിട്ട് കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു. പാലക്കാട് പോയി രാഹുലിനെ കണ്ടത് നിങ്ങളല്ലേ അല്ലേ? ഇവിടെ കോടതിക്ക് കാണാൻ കഴിയുന്നത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു ലൈംഗിക ബന്ധമാണ് കാണാൻ കഴിയുന്നത് എന്ന് കോടതി പ്രത്യേകം പറഞ്ഞു. ആ കോടതി പരാമർശങ്ങൾ ജാമ്യം വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. ഇന്നിപ്പോ ആ മുൻകൂർ ജാമ്യാപേക്ഷ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന എല്ലാ പരാതികളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നിൽ അറസ്റ്റ് ഉണ്ടായി, അതിൽ ജാമ്യം ലഭിച്ചു, മറ്റ് രണ്ടെണ്ണത്തിലും മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഇപ്പോ ഈ ഒന്നാമത്തെ പരാതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് രാഹുൽ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ആ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു, ഇതിൽ ഒരു വിധി പറയുന്നത് വരെ നോട്ട് ടു അറസ്റ്റ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് കോടതി പല ഘട്ടങ്ങളിലായിട്ട് കേസ് പരിഗണിക്കുന്നു, പല ഘട്ടങ്ങളിൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, പല ചോദ്യങ്ങൾ അതിജീവിതയോട് ചോദിക്കുന്നു, പരാതിക്കാരിയോട് ചോദിക്കുന്നു. ഇപ്പോഴതാ ഒന്നാമത്തെ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതി. ഒന്നാമത്തെ പരാതിയിൽ ഈ ഹൈക്കോടതിയിലേക്ക് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എത്തിയപ്പോൾ അവിടെ മറ്റൊരു സംഭവ വികാസം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്താണ്? അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരി എന്ന് പറയപ്പെടുന്ന യുവതി ഹൈക്കോടതിയെ സമീപിച്ച് അതിൽ കക്ഷി ചേർന്നിരുന്നു. അവിടെ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതൊക്കെ പരിഗണിച്ചാണ് കഴിഞ്ഞ ജനുവരി 28-ന് കോടതി ചോദിച്ചത്, എന്താണ്, എവിടെ ബലാത്സംഗം, എവിടെ പീഡനം? നിങ്ങളല്ലേ ആരും വിളിക്കാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് ചെന്ന് കണ്ടത് എന്ന് കോടതി ചോദിച്ചു. പിന്നെ കോടതിയിൽ അതിജീവിത പറഞ്ഞത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് കേസുകളുണ്ട്, ഇത്തരത്തിൽ 10ഓളം കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ കോടതി പറഞ്ഞത്, നിങ്ങളല്ലേ ആദ്യത്തെ പരാതിക്കാരി, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഒരുപാട് കേസുകളുണ്ട് എന്ന്? ഒരു ചോദ്യം അതായിരുന്നു. മറ്റൊരു ചോദ്യമായിരുന്നു, എവിടെ ബലാത്സംഗം, എവിടെ പീഡനം? നിങ്ങൾ സ്വമേധയാ പോയി ചെന്ന് രാഹുലിനെ സന്ദർശിച്ചതല്ലേ? നിങ്ങൾ പാലക്കാട് പോയി രാഹുലിനെ കണ്ടില്ലേ? നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷവും പാലക്കാട് ചെന്നില്ലേ? എന്തിനായിരുന്നു എന്ന് കോടതി ചോദിച്ചു. അപ്പോഴാണ് അതിജീവിത പറയുന്നത്, എന്താണ്? രാഹുൽ മാങ്കൂട്ടം വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്, വലിയ പിടിപാടുകളുള്ള വ്യക്തിയാണ്. അയാൾ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവന് ഭീഷണി. അതൊരു അവസാനത്തെ അടവ് നയമാണ്. ഏത്? AKG സെൻട്രലിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന അവസാനത്തെ അടവ് നയം. ഈ അടവ് നയം മൂന്നാമത്തെ പരാതിക്കാരിയും പത്തനംതിട്ട ജില്ലാ കോടതിയിലും ഇതേ അടവ് നയം ഇറക്കിയിരുന്നു. രാഹുലിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവന് ഭീഷണി. ഒന്നാമത്തെ പരാതിക്കാരിയും ഹൈക്കോടതിയിൽ പറയുന്നു, രാഹുലിന് ജാമ്യം നൽകിയാൽ എൻ്റെ ജീവന് ഭീഷണി, അയാൾക്ക് വലിയ സ്വാധീനമാണ്, അയാൾ കേസിനെ മരവിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഈ അടവ് നയം കോടതി അംഗീകരിച്ചില്ല. മൂന്നാമത്തെ പരാതിക്കാരിയോട് കോടതി ചോദിച്ചത്, നിങ്ങൾ വിദേശത്തല്ലേ ഉള്ളത്, ആ വിദേശത്തുള്ള നിങ്ങളെ രാഹുൽ എങ്ങനെ അപകടപ്പെടുത്തുമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നാമത്തെ പരാതിക്കാരി പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും, എതിർ കക്ഷി ചേർന്നുകൊണ്ട് ഹൈക്കോടതിയിൽ പറഞ്ഞ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും കോടതി തള്ളിയിട്ടാണ് ഇപ്പൊ ജാമ്യം നൽകിയിരിക്കുന്നത്. ഇപ്പൊ മാപ്രകൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? കർശന ഉപാധികൾ പാസ്പോർട്ട് കോടതിയിൽ കൊടുക്കണം. ഇവരുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി പറയാണ്. കാരണം ഈ ഒരു ജാമ്യാപേക്ഷ തള്ളിയാൽ
നെക്സ്റ്റ് മൂമെൻറ്റിൽ രാഹുൽ അറസ്റ്റിലാകും, ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയപ്പോൾ കർശന ഉപാധികൾ. എന്താ കർശന ഉപാധി? കേരളം വിട്ടു പോകാൻ പാടില്ല പോലും. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. പാസ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, രാജ്യം വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഈ പറയുന്ന മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അത്തരമൊരു കാര്യം പറയാനുണ്ടായ കാരണം. അപ്പോൾ ഇതൊന്നും ഒരു കർശന ഉപാധികളൊന്നുമല്ല. ഇവിടെ അൾട്ടിമേറ്റ്ലി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ചോദ്യം. അതാണ് പ്രധാനവും. അത് സംഭവിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇനി ഈ പറയുന്ന പ്രൊസീജിയറുകളുടെ ഭാഗമായിട്ട് അന്വേഷണവുമായി സഹകരിക്കണം. അതൊക്കെ കോടതിയിൽ ഈ പറയുന്ന രാഹുൽ തന്നെ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളാണ്. മുൻകൂർ ജാമ്യാപേക്ഷ ഏതൊരു വ്യക്തിയുടെയും, അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനാവണമെന്നില്ല, ഏതൊരു വ്യക്തിയും കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമ്പോൾ ആ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കേട്ടോ, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നൽകുമ്പോൾ അതിൽ പറയും, ഞാൻ അന്വേഷണവുമായി സഹകരിക്കും, ഏത് രീതിയിലും വേണമെങ്കിലും സഹകരിക്കാൻ തയ്യാറാണ്. അത് അങ്ങനെയൊക്കെ പറയും. കാരണം എന്താ, അത് പറഞ്ഞാലേ ഈ ജാമ്യം അനുവദിക്കുകയുള്ളൂ. അതൊന്നും പറയാണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ പറ്റൂല, ഞാൻ അന്വേഷണവുമായി സഹകരിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും ഈ മുൻകൂർ ജാമ്യവുമായിട്ട് പോകുന്ന ഏതൊരു വ്യക്തിയും പറയുന്ന കാര്യമാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ കോടതി ഒന്ന് എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഇതിലുള്ളൂ. ഇപ്പം എല്ലാ കേസിലും രാഹുൽ എപ്പോഴും അവൈലബിൾ ആയിരുന്നു. മനസ്സിലായില്ലേ? ഇവർക്കാർക്കും രാഹുലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് മൂന്നാമതൊരു പരാതി ഉണ്ടാക്കി രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ഇനി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം പറഞ്ഞു 7 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന്. കോടതി 3 ദിവസത്തെ കസ്റ്റഡി കൊടുത്തു. അങ്ങനെയാണ് മറ്റേ തിരുവല്ലയിലെ ഹോട്ടലിലൊക്കെ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആ 3 ദിവസത്തെ കസ്റ്റഡി കഴിഞ്ഞപ്പോൾ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കസ്റ്റഡി വേണ്ട, ചോദ്യം ചെയ്യേണ്ട, ഒന്നും ചോദിക്കേണ്ട, അന്വേഷണം നടത്തേണ്ട, തെളിവെടുപ്പ് നടത്തേണ്ട, ഒന്നും വേണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ? എന്നിട്ട് രാഹുൽ വെറുതെ ഒരു 10-18 ദിവസം ജയിലിൽ കിടന്നു. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് രാഹുലിലേക്ക് എത്താനുള്ള ഒരു കാര്യങ്ങളും അവർക്ക് അവൈലബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് അറസ്റ്റ് ചെയ്യണം മുകളിൽ നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യ്. അങ്ങനെയാണ് മൂന്നാമതൊരു പരാതി ഉണ്ടാക്കുന്നത്. 1-2 പരാതിയിൽ അയാളെ തൊടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു പരാതി ഉണ്ടാക്കി അതിനെ ആ പരാതി വന്നത് തന്നെ രഹസ്യമാക്കി വെച്ചു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ വിവരാവകാശങ്ങളും ബാക്കിയുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് ഏതൊരു ഇത്തരത്തിൽ പരാതികൾ വന്നാൽ അത് സ്വാഭാവികമായിട്ട് പുറത്ത് വരും. പക്ഷേ ഈ പരാതി വരുന്നതിന് മുമ്പേ ഇവർ തീരുമാനിച്ചു, ഇന്ന ദിവസം ഒരു പരാതി വരാനുണ്ട്, അത് പുറത്തറിയിക്കരുത്, എന്നിട്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പം എന്താണെങ്കിലും മൂന്നാമത്തെ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിലും മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നു. വളരെ കൃത്യമാണല്ലോ. കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ് കോടതി പരിഗണിച്ചത്. ബലാത്സംഗം കാണാൻ കഴിയുന്നില്ല, പീഡനം കാണാൻ കഴിയുന്നില്ല, അതുപോലെ ക്രൂരത, മർദ്ദനം, ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. ഇവിടെ കണ്ടത് എന്താണ്? ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് കണ്ടത് എന്നുള്ള കോടതി നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് കൗസർ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. വളരെ നിർണായകമായ ഘട്ടമാണ്. കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പതിവാറിക്കൽ എത്തി നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമാണ് ഈ ജാമ്യം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ ഹാഷ്മിയുമായി നടത്തിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം. 1-2 കോടതി ഇടപെടലുകൾ, നിയമത്തിൻ്റെ ഇടപെടലുകൾ കൂടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ താൻ എല്ലാം ഓപ്പണപ്പ് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞ അതേ കാര്യം. ഇത്തരമൊരു ജാമ്യാപേക്ഷ അതിൽ വിധി പറയാൻ ഹൈക്കോടതി മാറ്റിവെച്ചതുകൊണ്ടും ആ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകാത്തത് കൊണ്ടുമാണ്. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇനി തിരിച്ചു വരവിൻ്റെ ദിനങ്ങളാണ്. വേട്ടക്കാരെ, മാപ്രകളെ, സഖാക്കളെ, അതിജീവിതകളെ എണ്ണി 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 ഉത്തരം നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട എന്നുള്ളതാണ്. കുരുപൊട്ടലുകൾ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ട്. രാഹുലിന് ജാമ്യം, കാരണം ഇതുവരാരും പ്രതീക്ഷിച്ചതല്ല. ഇവിടെ മുൻകൂർ ജാമ്യം, കാരണം തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ഈ ഒന്നാമത്തെ പരാതി ആദ്യം വന്നത്. ആ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം തള്ളുകയാണ് ഉണ്ടായത്.
പക്ഷേ ആ ജാമ്യാപേക്ഷ തള്ളിയപ്പോഴും അതിൻ്റെ 14-ാമത്തെ വിധിപ്പകർപ്പിൻ്റെ 14-ാമത്തെ പേജിൽ കോടതി ഒരു പ്രത്യേക കാര്യം പറഞ്ഞിരുന്നു. പീഡനമില്ല, ബലാത്സംഗമില്ല എന്നൊക്കെ. അതൊന്നും കേരളത്തിലെ മാപ്രകൾ നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല. കാരണം എന്താ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതിയുടെ ജെന്യൂനിറ്റിയെ തന്നെ ചോദ്യം ചെയ്യും, ഇതിൻ്റെ ചോദ്യമുനയിലാവും, നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് അതൊന്നും ആരും പറയാറില്ല. എന്താണെങ്കിലും 1-ാമത്തെ പരാതി, ഇപ്പോൾ 2-ാമത്തെ പരാതിയിൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. 3-ാമത്തെ പരാതിയിൽ പത്തനംതിട്ട ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചു. ഇപ്പോൾ ഈ പറയുന്ന 1-ാമത്തെ പരാതിയിൽ, അതായത് പിണറായി വിജയനെ നേരിട്ട് കണ്ട് പിണറായി വിജയൻ്റെ ഓഫീസിൽ ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞ 1-ാമത്തെ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതിയുടെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. ഇനി രാഹുലിന് പറക്കാം, വേണ്ടുവോളം ആവോളം പറക്കാം. അയാൾ പാലക്കാട് ഉണ്ടാകും. പാലക്കാട് UDF-ന്റെ സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉണ്ടാകുമെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ.